എന്തിപ്പോ പറയാ, ഇത് വല്ല അയൽ രാജ്യക്കാർ വന്നിട്ട് അറ്റാക്ക് ചെയ്തതൊന്നല്ല. സ്വന്തം നാട്ടിലെ സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾ പോയിട്ട് ആഘോഷത്തിനിടയിൽ സംഭവിച്ച സംഭവമാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടത്. അല്ല, നിങ്ങളൊന്ന് പറയും, നമ്മൾ മൃഗങ്ങളെന്നല്ലല്ലോ, മനുഷ്യരല്ലേ. സ്വബോധം ചിന്തിക്കാനുള്ളൊരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടില്ലേ? പക്ഷേ ഇത്തരം സംഭവങ്ങളെല്ലാം കാണുമ്പോൾ മനുഷ്യരുടെ സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മൃഗങ്ങളാണെങ്കിൽ പിന്നെ ബുദ്ധിയും വിവേകവും മനുഷ്യരുടെ പോലെ ഇല്ല എന്നെങ്കിലും വിചാരിക്കാം. ഇതെല്ലാം കാണുമ്പോൾ മനുഷ്യരെക്കാൾ ബുദ്ധിയും വിവേകവും മൃഗങ്ങൾക്കാണെന്ന് വരെ ചിന്തിച്ചു പോവുകയാണ്. ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ലുസൈലിൽ വെച്ചിട്ട് ഖത്തർ വേൾഡ് കപ്പിൽ മെസ്സി കിരീടമണിയുമ്പോഴുള്ള ആ ഒരു സന്തോഷ മുഹൂർത്തത്തെ പോലെ അനുസ്മരിക്കപ്പെട്ട IPL തൻ്റെ കിരീട വളർച്ച കന്ത്യമിട്ട് ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ആ കപ്പ് ഉയർത്തുമ്പോൾ എല്ലാവരും സന്തോഷിച്ചു. ഒരു ഇന്ത്യൻ പൗരൻ നിലയ്ക്ക് എല്ലാവരും സന്തോഷിച്ചു. കാരണം ജീവിതത്തിൽ നേട്ടങ്ങൾ ആഗ്രഹിക്കാത്തൊരു മനുഷ്യരും ഉണ്ടാവുകയില്ല. പക്ഷെ അതെല്ലാം ആർമാദിച്ച് അനുമോദിക്കുന്ന ഫാൻസുകാർ, നിങ്ങൾ ചിന്തിക്കണം, ഞാൻ മനുഷ്യനാണ്. സ്വബോധം നഷ്ടപ്പെട്ട് ഒരാഘോഷങ്ങൾക്കും ഞാൻ അടിമയാവരുത്. അത് ഏത് ടീമിൻ്റെ ആവട്ടെ, വ്യക്തിഗതമായ നേട്ടമാവട്ടെ, കുടുംബത്തിലുള്ള നേട്ടമാവട്ടെ, എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ, ഒരു ബൗണ്ടറി, ഒരു ഹദ്, ഒരു പരിധിയുണ്ട്. ആ പരിധിയും കടന്ന് വിവേകമില്ലാത്ത, ബുദ്ധിയില്ലാത്ത അത്തരം ഒരു രീതിയിലുള്ള മനുഷ്യരായിട്ട് നാം ഒരിക്കലും മാറരുത്. വീണ്ടും പറയുകയാണ്, ഞാൻ മൃഗങ്ങളല്ല. ദൈവം നമുക്ക് ചിന്തിക്കാനും സ്വബോധത്തിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിയും വിവേകവും തന്നിട്ടുണ്ട്. ഇസ്ലാമിക ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ ഒന്നിങ്ങനെ മറിച്ചു നോക്കിയാൽ ഒരുപാട് തവണ പടച്ച റബ്ബ് ചോദിക്കുന്നതായിട്ട് ഇതിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ ആവർത്തന വിരസത എന്നുള്ളത്, പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞാൽ അത് ആ ഭാഷയുടെ ഭംഗി കുറക്കുമെന്നാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ ഭംഗി നഷ്ടപ്പെടണമായിരുന്നു. കാരണം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പല തവണ പരിശുദ്ധമായ ഖുർആനിൽ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഞാൻ മനുഷ്യർക്ക് ബുദ്ധിയും വിവേകവും തന്നിട്ടും അതെല്ലാം ആ സ്വബോധമെല്ലാം നഷ്ടപ്പെട്ടിട്ട് പലതും നാം കാണിച്ചു വെക്കുമെന്ന് പടച്ച റബ്ബിനറിയാം. അതുകൊണ്ട് ചിന്തിക്കുക, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്.